മോർണിംഗ് ഗൈസ്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ചടപ്പൊക്കെ മാറാതെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആസ് യൂഷ്വൽ ഹോളിഡേ ആണ്. പക്ഷേ 5 ദിവസത്തേക്ക് ഹോളിഡേ ആഘോഷിക്കാൻ പോകുന്ന മഹാനാണ് ഇരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്താണല്ലോ ഇപ്രാവശ്യം. അതുകൊണ്ട് ഇവരുടെ സ്കൂളിന് അവധിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 5 ദിവസം അവധി, സ്കൂളിൽ പോകേണ്ട അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനുണ്ടല്ലോ, എനിക്ക് രാവിലെ കിച്ചണിൽ ഒരുപാട് പരിപാടിയുണ്ട്. പാത്രം കഴുകാനുണ്ട്. ഇന്നലെ രാത്രി കഴുകി വെച്ചില്ല. ഇന്നലെ ചെറിയ ജലദോഷവും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ജോലി അവിടെ തന്നെ ഇട്ടിരുന്നു. അതുകൊണ്ട് രാവിലെ പാത്രങ്ങൾ കഴുകാനുണ്ട്. രാവിലെ കിച്ചണിൽ വരുമ്പോൾ കിച്ചൺ നീറ്റായി കിടന്നില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അന്നത്തെ ദിവസം ഒരുമാതിരിയാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഇന്നലത്തെ സിറ്റുവേഷൻ അതായിപ്പോയി. അതുകൊണ്ട് രാവിലെയാണ് പാത്രം കഴുകാനായിട്ട് പോകുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം. ആ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം എന്തായാലും പാത്രമൊക്കെ കഴുകി നീറ്റാക്കിയിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് ലേറ്റായിപ്പോൾ എഴുന്നേക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഇതിനിടയ്ക്ക് പാത്രം കഴുകുന്നതിനിടയ്ക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം. കുറച്ച് ലേറ്റായിപ്പോൾ എഴുന്നേക്കാനായിട്ട്. അപ്പം എന്തായാലും നമ്മുടെ മോർണിംഗ് റുട്ടീനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ. പിന്നെ കുഞ്ഞു വാവ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ചൂസ് ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യാൻ പോവാ? ടി വി കാണാൻ പോവാണ്. പോയി പല്ല് തേക്കണം. പല്ല് വെച്ചിട്ട് ടി വി കാണും. എന്നിട്ട് എന്താ കുടിക്കാം? ചായ വേണോ? ഓക്കെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. ഓക്കെ, അപ്പം ശരി. അപ്പം കൊച്ച് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കാൻ പോവാണ്. രാവിലെ ദോശയാണ് കേട്ടോ. ദോശയ്ക്കുള്ള മാവ് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് കറി ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. മുട്ടക്കറി വെക്കണോ ചമ്മന്തി വെക്കണോ എന്ന് ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒടുവിൽ ഞാൻ ആ തീരുമാനത്തിലെത്തി ഗൈസ്. മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു, മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ട അവിടെ ഇരുന്ന് വേകട്ടെ. ഇനിയിപ്പം ചായ ഉണ്ടാക്കാം, കാരണം ചായക്കാരൊക്കെ വിളി തുടങ്ങി. അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്ക് വെക്കാം. ചായക്കുള്ള പാല് തിളയ്ക്കുന്നു ഗൈസ്. അപ്പം ചായയും ഇപ്പം തിളയ്ക്കും. അപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി പാത്രം കഴുകലൊക്കെ നടക്കുകയുള്ളൂ. കാരണം വിശപ്പുകാരും ചായക്കാരും ഒക്കെ വിളി തുടങ്ങി. ഇന്ന് എഴുന്നേറ്റതേ ഞാൻ ലേറ്റായാണ്. അപ്പം ചടപടയുന്ന കാര്യങ്ങൾ നടത്തണം. അപ്പോൾ ചായ തിളക്കട്ടെ. അപ്പോഴത്തെ ഗൈസ് ചായ ആയിട്ടുണ്ട്. അപ്പോൾ ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ദോശയും മുട്ടക്കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മുട്ടക്കറിക്കുള്ള സവാള അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്തെടുക്കണം. സവാള അരിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. ഒന്നാമത് ഞാനൊരു അലർജി പേഷ്യൻ്റാണ്. സവാള അരിയുന്നതും കണ്ണുനീര് അങ്ങോട്ട് തുടങ്ങും, കുടുകുടാന്ന്. എവിടെയാണ് ഇത്രയും കണ്ണുനീരിരിക്കുന്നതെന്ന് അറിയില്ല. ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ചെയ്തല്ലേ പറ്റൂ. ഇത് കഴിയുന്നതും ജലദോഷം തുടങ്ങും കേട്ടോ, ഈ സവാള കട്ട് ചെയ്ത് കഴിയുന്നതും. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് കറി വയ്ക്കാം. 2 സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ എന്താ, ചെറിയ സവാള ആണെങ്കിൽ പിന്നെ അരിഞ്ഞരിഞ്ഞ് നിൽക്കണ്ടേ. 2 സവാള ആകുമ്പോൾ ക്വാണ്ടിറ്റിയും കിട്ടും, പെട്ടെന്ന് കാര്യവും നടക്കും. അപ്പം അടുത്ത പരിപാടി അതാണ് കേട്ടോ. സവാള അരിയുന്നതിൻ്റെ പാടാളി ഗൈസ്. കണ്ടോ, അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു പരുവായി കരഞ്ഞറിഞ്ഞ്. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. അയ്യോ, പക്ഷെ എനിക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. സവാള അരിഞ്ഞ് കരഞ്ഞ് മെഴുകി നീണ്ടൊരു ടാസ്കിനൊടുവിൽ ഞാൻ എൻ്റെ മുട്ടക്കറി വയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അയ്യോ, അപ്പോൾ സവാള വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ ദോശ ചുട്ട് തുടങ്ങി. ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. റെഡി ആയിട്ടുണ്ട്. ദോശയും പ്രകൃതിയായിട്ട് ഇവിടെ വേവുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ തുണി അലക്കിയത് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം അത് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. പാത്രം കഴുകുന്നുണ്ട്, ഇതിനിടയ്ക്ക് കുറച്ച് പെൻഡിങ് ഇട്ടിട്ട് മറ്റ് ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ മോർണിംഗ് റുട്ടീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ലവ് യു ഓൾ.